നമസ്കാരം, അറിലാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചും എങ്ങനെ നമ്മൾ അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബിറ്റ് കോയിൻ ഒക്കെ വളരെ റേറ്റ് കുറവായിരുന്നു. അന്ന് കുറച്ച് ബിറ്റ് കോയിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് വളരെ വലിയ കോടീശ്വരന്മാരായിട്ട് ജീവിക്കായിരുന്നു. ഇപ്പോഴും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ടൈം കഴിഞ്ഞു പോയിട്ടില്ല. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഈ ലോക്ക്ഡൌൺ, കൊറോണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം പല കോയിൻസിനും പ്രൈസ് കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കൂടി കഴിയുമ്പോൾ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഷെയർ മാർക്കറ്റൊക്കെ പോലെ തന്നെയാണ് ഈ ക്രിപ്റ്റോയിലെ ട്രേഡിങ്. അതായത് നമുക്ക് ഇതിന്റെ വില കുറയും നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പല പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ഈ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. അതായത് വസിറക്സ് അവൈലബിൾ ആണ്, കോയിൻ DCS അവൈലബിൾ ആണ്, അതുപോലെ കോയിൻ സ്വിച്ച് അവൈലബിൾ ആണ്. അങ്ങനെ പല പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു രണ്ടുമൂന്ന് പ്ലാറ്റ്ഫോമുകൾ എടുത്തിട്ട് ഇതിൽ ഏറ്റവും ബെറ്റർ ഏതായിരിക്കും, നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലായിരിക്കും നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ബിറ്റ് കോയിനിലൊക്കെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താലും നാളെ നിങ്ങൾക്ക് അതൊരു റിട്ടേൺ എന്താണ് കിട്ടുമെന്നുള്ള സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അപ്പം ഒരുപാട് സമയം ഞങ്ങൾ ഇതിന് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മളിവിടെ 3 പ്ലാറ്റ്ഫോംസ് എടുത്തിട്ടുണ്ട്. വസിറക്സ് ഉണ്ട്, അതുപോലെ കോയിൻ സ്വിച്ച് കുബേർ ഉണ്ട്, അതുപോലെ കോയിൻ DCX ഉണ്ട്. അതിൽ വസിറക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2018 കോയിൻ സ്വിച്ച് കുബേറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2020 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ കോയിൻ DCXൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2018 തന്നെയാണ് അതും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളതിൻ്റെ യൂസേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വസിറക്സിൽ നമുക്ക് 3 മില്യൺ പ്ലസ് ആക്റ്റീവ് യൂസേഴ്സ് ഉള്ളൊരു പ്ലാറ്റ്ഫോം. പിന്നെ അതിൻ്റെ ഡെപ്പോസിറ്റ് ചാർജ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കോയിൻ സ്വിച്ച് കുബേറിലാണെങ്കിൽ ഡെപ്പോസിറ്റ് ചാർജ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മൾ വസിറക്സിൻ്റെ കാര്യം നോക്കുമ്പോഴാണെങ്കിൽ ഡെപ്പോസിറ്റിൽ നമുക്ക് 4 to 6 റുപ്പീസ് മാത്രമാണ് ഡെപ്പോസിറ്റ് ചാർജ് വരുന്നത്. പക്ഷേ കോയിൻ സ്വിച്ചിലോട്ട് വരുമ്പോൾ നോ ചാർജസ് ആണ് വരുന്നത്. പിന്നെ കോയിൻ DCXൻ്റെ കാര്യത്തിലാണെങ്കിലും ഡെപ്പോസിറ്റിന് പ്രത്യേകിച്ച് ചാർജൊന്നും ചാർജ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വിഡ്രോ അടിക്കുമ്പോഴാണ് നമുക്ക് വരുന്നത് വസിറക്സിൽ വരുന്നത് 0.006 BTC ആണ് വരുന്നത്. കോയിൻ സ്വിച്ചിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് ചാർജുകളൊന്നും അവിടെ കാണിക്കുന്നില്ല. പിന്നീട് നമ്മൾ കോയിൻ DCXൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 0.0005 BTC ആണ് വിഡ്രോയിൽ അവർ കട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കോയിൻ സ്വിച്ച് കുബേറിൻ്റെ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്, ഇതിൽ ഒരുപാട് ഹിഡൻ ചാർജസ് ഉണ്ട്. നമുക്ക് പറഞ്ഞിട്ടില്ല, വസിറക്സ് ആണെങ്കിലും കോയിൻ DCX ആണെങ്കിലും കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത്രയാണ് പിടിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയാണ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോയിൻ സ്വിച്ച് കുബേറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് INRലും അതുപോലെ USDTയിലും WRXലും BTCയിലും എല്ലാം നമുക്ക് വസിറക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കോയിൻ സ്വിച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും കോയിൻ DCXൻ്റെ കാര്യത്തിലാണെങ്കിലും INR മാത്രമാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ഒരു മേക്കർ ചാർജ് ഉണ്ട്. അത് നോക്കുവാണെങ്കിൽ 0.20 വരെ മാത്രമാണ്, 20% മാത്രമാണ് മേക്കർ ചാർജും ടേക്കർ ചാർജും വസിറക്സിൽ വരുന്നത്. 0.20% മാത്രം. അതായത് ഒരു ചെറിയൊരു കാര്യമുള്ളൂ, അതവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കോയിൻ സ്വിച്ച് കുബേറിലാണെങ്കിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ DCXൽ നോക്കുവാണെങ്കിൽ മേക്കിംഗ് ചാർജായിട്ട് 0.10% മറ്റേതിലും ടേക്കർ ചാർജും 0.110% ആണ് വരുന്നത്. പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന് എല്ലാത്തിനും മൊബൈൽ വെർഷനും ഡെസ്ക്ടോപ്പ് വെർഷനും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 24/7 കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് 3 ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വസിറക്സിൽ നോക്കുവാണെങ്കിൽ UPI എനേബിൾ ആണ്. അതുപോലെ തന്നെ NFT ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും വസിറക്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പക്ക പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമാണ്. എന്നാൽ കോയിൻ സ്വിച്ചിലോട്ട് വരുമ്പോൾ അതൊരു എന്താ പറയുക, ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാവുന്നൊരു സിമ്പിൾ പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെയാണ് കോയിൻ DCXൻ്റെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ ബൈ ചെയ്യുമ്പോഴും സെല് ചെയ്യുമ്പോഴും ചെറിയ ചാർജ് കാര്യങ്ങൾ വരും. വസിറക്സ് ആണെങ്കിലും കോയിൻ DCX ആണെങ്കിലും ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കോയിൻ സ്വിച്ചിൻ്റെ കാര്യത്തോട് വരുമ്പോൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, ഫുൾ ഹിഡൻ ചാർജസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വസിറക്സിൻ്റെ കാര്യത്തോട് ഹൈലി എൻഹാൻസ്ഡ് UX ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ കോയിൻ സ്വിച്ചിൻ്റെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ ഒത്തിരി ഹിഡൻ ചാർജസ് അതിൻ്റെ അത് വരുന്നുണ്ട്. കോയിൻ DCXൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത് ഇന്ത്യയിൽ രജിസ്റ്റേഡ് ആയിട്ടൊരു പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ ഇത് 3 ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വസിറക്സ് ആയിരിക്കും. അത് ഉള്ള കാര്യങ്ങൾ അവർ ഉള്ളതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഹിഡൻ ചാർജസും വരുന്നില്ല. ഒരു പ്രൊഫഷണൽ സ്റ്റൈലിൽ തന്നെ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വസിറക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടും ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യുന്ന വസിറക്സ് ആണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എന്തൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കണം. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ബൈ ഗൈസ്.